മധ്യസ്ഥതയിൽ റഷ്യ യുക്രൈൻ സമാധാന ചർച്ചകൾ അബുദാബിയിൽ ആരംഭിച്ചതായി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കിഴക്കൻ ഡോൺ ബോസ്കോ മേഖലയിൽ നിന്ന് കീവ് പിന്മാറണമെന്ന് മോസ്കോയുടെ ആവശ്യത്തിനിടെയാണ് സമാധാന ചർച്ചകൾ ആരംഭിച്ചതായി മന്ത്രാലയം അറിയിച്ചത്. പ്രതിസന്ധിക്കുള്ള രാഷ്ട്രീയ പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ചർച്ചകൾ 2 ദിവസത്തേക്ക് കൂടി തുടരും. UAE വിദേശകാര്യ മന്ത്രാലയത്തെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ദാവോസ്കിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. US പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി കൂടിക്കാഴ്ച നടത്തി. ഇതിനു പിന്നാലെയാണ് അബുദാബിയിൽ സമാധാന ചർച്ചകൾ ആരംഭിച്ചത്. കൂടാതെ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US തയ്യാറാക്കിയ പദ്ധതികളെക്കുറിച്ച് ചർച്ചകൾക്കായാണ് പ്രതിനിധി സംഘം പുടിനെ കണ്ടത്. പശ്ചിമേഷ്യൻ സ്ഥാനപതി സ്റ്റീവ് വിറ്റ്കോഫും സംഘത്തിലുണ്ടായിരുന്നു. 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പ് സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ യുദ്ധം അവസാനിപ്പിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ സമീപകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. യുദ്ധാനന്തരം നടപ്പിലാക്കുന്ന സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ഇരു രാജ്യങ്ങൾക്കും ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുകയാണ്. യുക്രൈന്റെ ഏകദേശം 20% പ്രദേശങ്ങൾ റഷ്യയുടെ കൈവശമാണുള്ളത്. US മുന്നോട്ട് വെച്ച സമാധാന കരാറിന്റെ ഭാഗമായി യുക്രൈനിലെ കിഴക്കൻ ഡോൺ ബോസ്കോ മേഖലയുടെ പൂർണ്ണ നിയന്ത്രണവും റഷ്യ അവകാശപ്പെടുന്നു. ഡോൺ ബോസ്കോ മേഖല വിട്ടു നൽകിയാൽ റഷ്യ കൂടുതൽ ധൈര്യപ്പെടുമെന്നും ഇത് അടുത്തൊരു യുദ്ധത്തിന് റഷ്യയെ പ്രേരിപ്പിക്കുമെന്നാണ് യുക്രൈൻ പറയുന്നത്. റഷ്യ പുതിയ ആക്രമണം നടത്തിയാൽ പ്രചോദിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സമാധാന കരാറിലും ഒപ്പുവെക്കില്ല എന്നും യുക്രൈൻ മുന്നറിയിപ്പ് നൽകി. ദാവോസിൽ വെച്ച് നടന്ന വേൾഡ് എക്കണോമിക്സ് ഫോറത്തിന്റെ യോഗത്തിൽ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം യുദ്ധാനന്തര സുരക്ഷാ ക്രമീകരണങ്ങളെക്കുറിച്ച് ധാരണയായി എന്നാണ് സെലൻസ്കി മാധ്യമങ്ങളോട് പറഞ്ഞത്. പുടിനും സെലൻസ്കിയും കരാർ അംഗീകരിക്കാൻ സാധ്യതയുണ്ടെന്നും ട്രംപ് പറഞ്ഞു. അവർ ഒത്തുചേർന്ന് ഒരു കരാർ പൂർത്തിയാക്കാൻ കഴിയുന്ന ഘട്ടത്തിലായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവർ മണ്ടന്മാരാണ്, ദാവോസിൽ നടന്ന പ്രസംഗത്തിനു ശേഷം ട്രംപ് പറഞ്ഞു. എന്നാൽ പുടിനെ നേരിടുന്നതിൽ യൂറോപ്യൻ യൂണിയൻ ശക്തിയില്ല എന്ന് സെലൻസ്കി വിമർശിച്ചു. ഒരു ആഗോള ശക്തിയാകുന്നതിന് പകരം യൂറോപ്പ് വിഘടിച്ച് കാലിഡോസ്കോപ്പിയായി തുടരുന്നുവെന്നും സെലൻസ്കി പറഞ്ഞു. ഡെൻമാർക്കിന് അധീനതയിലുള്ള ഗ്രീൻലാൻഡ് പ്രദേശം ഏറ്റെടുക്കാനുള്ള സമീപകാല ശ്രമങ്ങൾ ട്രംപ് നടത്തിയതിനാൽ US ഒരു വിശ്വസനീയമായ സുരക്ഷാ പങ്കാളിയാണോ എന്ന കാര്യത്തിൽ യൂറോപ്പിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. UKയും ഫ്രാൻസും ഇതിനകം സൈന്യത്തെ പിന്തുണയ്ക്കണമെന്നും സെലൻസ്കി അവകാശപ്പെട്ടു. പശ്ചിമേഷ്യൻ സ്ഥാനപതി സ്റ്റീവ് വിറ്റ്കോഫും US മുൻ ഉപദേഷ്ടാവ് കുഷറും റഷ്യയിൽ നിന്ന് മടങ്ങി അബുദാബിയിലെ സൈനിക വർക്കിംഗ് ഗ്രൂപ്പുകളുമായി ചർച്ച നടത്തുമെന്ന് വിറ്റ്കോഫ് പറഞ്ഞിരുന്നു. UAEയിൽ നടന്ന ചർച്ചകളുടെ വിശദാംശങ്ങൾ ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ചർച്ചകൾ 2 ദിവസം നീണ്ടു നിൽക്കുമെന്ന് സെലൻസ്കി പറഞ്ഞു. റഷ്യയിലെ പണിമുടക്കുകൾ കാരണം യുക്രൈന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും വൈദ്യുതി ഇല്ലായിരുന്നു. 4000-ഓളം കെട്ടിടങ്ങളിലെ താമസക്കാരാണ് വൈദ്യുതി ഇല്ലാതെ ബുദ്ധിമുട്ടിയത്. യുക്രൈന്റെ സൈനിക വ്യവസായ സാമ്രാജ്യത്തിന് ഇന്ധനം നൽകുന്ന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടാണ് റഷ്യ ആക്രമണങ്ങൾ നടത്തുന്നതെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.